സങ്കീർത്തനം 116. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിൻ്റെ ദാസനാകുന്നു, നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ, നിൻ്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതും യാചന നൽകുന്നതിനുമായ നമ്മുടെ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി നമ്മളേക്ക് ചായ്ച്ച് നമ്മൾ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കാം. അവൻ വിശ്വസ്തനായ ദൈവമാകുന്നു. അവൻ എല്ലാ കാലത്തും നമ്മളോട് കൂടെയുണ്ട്. നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, നമ്മളെ കൈവിടുകയുമില്ല. ഏത് ബന്ധനങ്ങളിലും, ഏത് പ്രയാസങ്ങളിലും, ഏത് ദുഃഖവേളകളിലും, കണ്ണുനീർ താഴ്വരകളിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ ധൈര്യപ്പെടുത്തുകയും സകല തോൽവിയിൽ നിന്നും വിജയത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. നമ്മൾ പല സമയവും നമ്മൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കും, കരയും, നിലവിളിക്കും, കർത്താവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന്. ദൈവം ആ പ്രാർത്ഥന കേൾക്കും. എന്നും നമ്മൾ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവനാകുന്നു. അവൻ മനസ്സലിവും ദൈവം വിശ്വസ്തതയും ഉള്ളവനായ ദൈവം. നമ്മൾ എത്ര നിസ്സാരനെന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് നമ്മൾ എളിമപ്പെടുമ്പോൾ ദൈവം നമ്മളെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്നു. നമ്മുടെ മനം പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും ചഞ്ചലിച്ചു പോകും, ഇടറിപ്പോകും, പതറിപ്പോകും. എന്നാൽ നമ്മൾ മനസ്സിനോട് പറയണം, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, സമാധാനം ആചരിക്കുക. ഹല്ലേലൂയ, ദൈവം നമ്മളുടെ കൂടെയുണ്ട്. ഒരു നാളും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. എല്ലാ കഷ്ടതകളിലും, എല്ലാ മരണപാശങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കാൻ വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. ജീവനുള്ളവരുടെ ദേശത്ത് നമുക്ക് ദൈവത്തിന് മുമ്പാകെ നടക്കുകയും ചെയ്യാം.